Hi dear students, today we are discussing the essay Chemical Happiness and the Meaning of Life, which is written by Yuval Noah Harari. Let's understand who is this Harari. Harari was born in 1976. He is an Israeli public intellectual, historian, and a professor in the Department of History at the Hebrew University of Jerusalem. His major works include Sapiens, A Brief History of Humankind, which was written in 2014, Homo Deus, A Brief History of Tomorrow, 2016, published book, 21 Lessons for the 21st Century, which was published in the year 2018. Harari starts the essay by saying that social scientists and biologists use same questionnaires to know the level of happiness experienced by the people. ഹറാരി തൻ്റെ എസ്സേ ആരംഭിക്കുന്നത് തന്നെ എങ്ങനെ ഒരു മനുഷ്യൻ്റെ ലെവൽ ഓഫ് ഹാപ്പിനെസ് അതിനെപ്പറ്റിയുള്ള പഠനമാണ് ഹറാരി മുൻപോട്ട് വെക്കുന്നത്. സോഷ്യോ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ബയോളജിസ്റ്റുകളും ഈ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ, ലെവൽ ഓഫ് ഹാപ്പിനെസ്സിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരേ റാഡിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സോഷ്യൽ സയൻറ്റിസ്റ്റ് correlate the findings with socioeconomic factors. അതായത് സോഷ്യൽ സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് അവരുടെ ലെവൽ ഓഫ് ഹാപ്പിനെസ്സിനെ അളക്കുന്നത്? സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ലെവൽ ഓഫ് ഹാപ്പിനെസ്സിനെ അളക്കുന്നത്. എന്നാൽ ബയോളജിസ്റ്റ് അവരെ കോറിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ സോഷ്യൽ സയൻറ്റിസ്റ്റ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ ബയോളജിസ്റ്റ് കോറിലേറ്റ് ചെയ്യുന്നത് ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ് ദ ലെവൽ ഓഫ് ഹാപ്പിനെസ്സിനെ അളക്കുന്നത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. Biologists think that people's mental health is determined by billions of years of evolution and by various biochemical substances such as serotonin, dopamine and oxytocin. ഇപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ എവല്യൂഷനിലൂടെയാണ് എന്താ പറയുക, ബയോളജിസ്റ്റ് അവർ കണക്കാക്കുന്നത് പീപ്പിൾസ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ കുറേ കാലത്തെ എവല്യൂഷൻ, അതുപോലെ തന്നെ ഒരു ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ്റെ ഇതിനെയെല്ലാം വച്ചുകൊണ്ടാണ് പീപ്പിളിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള ഹോർമോൺസ് ആണ് ആക്ച്വലി. ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് ബയോളജിസ്റ്റ് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ഘടകങ്ങളാണ് മെൻ്റൽ ഹെൽത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് മില്യൺ ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ, അതുപോലെ തന്നെ വേരിയസ് ബയോകെമിക്കൽ സബ്സ്റ്റൻസസ്. അവർ ഒന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട്, പീപ്പിൾ ആർ നോട്ട് ഹാപ്പി ബൈ വിന്നിങ് എ ലോട്ടറി ഓർ ബൈയിങ് എ ഹൗസ് ഓർ ഫൈൻഡിങ് എ ട്രൂ ലവ്. ഇതൊന്നുമല്ല ശരിക്കും ഹാപ്പിനെസ് കൊടുക്കുന്നത്. ദേ ആർ ജസ്റ്റ് റീച്ചിങ് ടു വേരിയസ് ഹോർമോൺസ് ഇൻ ദർ ബ്ലഡ് ടു ദി ഇലക്ട്രിക് സിഗ്നൽസ് ഫ്ലാഷിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ. അതൊരു ഹോർമോണിൻ്റെ ബ്ലഡിലുള്ള ഹോർമോൺസിൻ്റെ അളവ് കൊണ്ടും ഇലക്ട്രിക് സിഗ്നൽസ് തൻ്റെ ബ്രെയിനിലൂടെ പോകുമ്പോഴാണ്, ബ്രെയിനിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് റീച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിത് അറ്റൈൻ ചെയ്യുന്ന ആ സന്തോഷം കൊണ്ട് നമ്മളിങ്ങനെ സന്തോഷിക്കുന്നതല്ല. ആക്ച്വലി ഇറ്റ്സ് എ ബോഡി കെമിക്കൽ ചേഞ്ച് എന്നാണ് ബയോളജിസ്റ്റ് വ്യക്തമാക്കുന്നത്. Our internal biochemical system is programmed to keep happiness level constant. Nobody can be too happy, too miserable. Joyful moments don't last forever. ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ബയോകെമിക്കൽ സിസ്റ്റം നമ്മുടെ ഹാപ്പിനെസ് ലെവലിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും സങ്കടപ്പെട്ടു ഇരിക്കാൻ പറ്റില്ല. അതിങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും? ജോയ്ഫുൾ മൊമെൻറ്റ്സ് ഇതേപോലെ തന്നെയാണ്. എപ്പോഴും ഹാപ്പിനെസ് അങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല, അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇനി അത് ആ ലെവൽ എന്ത് ചെയ്യും? നമ്മൾ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? അബ്നോർമൽ ആണെന്ന് പറയും. നോർമൽ ലെവൽ എന്ന് പറയുന്നത് ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അതൊരു ബയോകെമിക്കൽ സിസ്റ്റമാണ്. വെൻ ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, ദെൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് അബ്നോർമാലിറ്റിയാണ്. Evolution has provided pleasant feelings during the sexual intercourse as a reward, but the orgasm doesn't last long. If it lasts long, people probably don't do anything else. ഇവിടെ അദ്ദേഹം കൊണ്ടുവരുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സിനെയാണ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുമായി, ഒരു പുരുഷൻ സ്ത്രീയുമായിട്ട് അവർ ഒന്നിക്കുന്ന ആ നിമിഷത്തെ
അവരുടെ ആ സെക്ഷുവൽ പർഗേഷൻ, സെക്ഷൽ ഫീലിംഗ് ആണ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. അപ്പോൾ അവർ ആ സെക്ഷൽ ഇൻ്റർകോഴ്സിന് അവരുടെ എന്താ പറയുക, ആ ഇൻ്റർകോഴ്സിനിടയിൽ ഏറ്റവും അവസാനമായിട്ട് ഓർഗാസം ഉണ്ടാകുന്നു. ആ ഓർഗാസിന് ഒരു പ്രത്യേക സുഖം കിട്ടുന്നു. അത് പ്രകൃതിയുടെ ഒരു റിവാർഡായിട്ടാണ്. അതുവഴിയായിട്ടൊരു ചെറിയ നേരത്തെ പ്ലഷർ കൊടുക്കുന്നു. പക്ഷേ ആ പ്ലഷർ എപ്പോഴും നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കുമായിരുന്നെങ്കിൽ ആളുകൾ മറ്റൊരു പ്രവൃത്തിയും ചെയ്യാതെ, ഹരാരി പറയുന്നു, എല്ലാവരും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ തന്നെ ശരണം പ്രാപിച്ചേനെ. അപ്പോൾ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതൊരു ബോഡി കെമിക്കൽ സിസ്റ്റമാണ്. ഈ ഹാപ്പിനെസ് എപ്പോഴും റിമെയിൻ, എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഹാപ്പിനെസ്സോ എപ്പോഴും സങ്കടമോ അങ്ങനെ ആയിരിക്കാൻ കഴിയില്ല. ഇതിനെ ഒരു നോർമൽ ലെവൽ ഓഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ എലമെൻ്റ് ആയിട്ട് അവിടെ നിർത്തുന്നു. Some scholars have compared human happiness to air conditioning system that keeps the temperature constant. ചില പണ്ഡിതന്മാർ പറയുന്നു ഹ്യൂമൻ ഹാപ്പിനെസ്സിനെ എയർ കണ്ടീഷൻ സിസ്റ്റമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ദറ്റ് കീപ്സ് ദി ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ഉള്ളിലെ ആ ഒരു പ്രഷർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാപ്പിനെസ് ലെവൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അവർ ഹ്യൂമൻ ഹാപ്പിനെസ്സിന് ഒരു എയർ കണ്ടീഷനിങ് ആയിട്ടാണ്, നമ്മുടെ ഉള്ളിലെ ടെമ്പറേച്ചർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന എയർ കണ്ടീഷൻ സിസ്റ്റം പോലെയാണ് നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. സം എയർ കണ്ടീഷൻസ് ആർ സെറ്റ് ആസ് 25 ആൻഡ് സം സെറ്റ് ടു 20. സിമിലർലി ഹ്യൂമൻ ഹാപ്പിനെസ് ഓൾസോ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ചിലർക്ക് കൂളിംഗ് എത്തണമെങ്കിൽ 25, അതായത് നമുക്കറിയാം എ സിയിൽ 25 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ലെവൽ ഓഫ് തണുപ്പുണ്ടാവും. 20ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ചിലർക്ക് 25 വേണ്ടി വരും, 25 ഡിഗ്രി വേണ്ടി വരും, ചിലർക്ക് 20 മതി. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഹാപ്പിനെസ് ലെവൽ. അതോ ഇന്നയാൾക്ക് ഇന്നതാണ്, ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേപോലെയല്ല. എവറി സിംഗിൾ പേഴ്സൺ ഈസ് യുണീക്ക്. Some people are born with a cheerful biochemical system and some others are with a gloomy biochemistry. ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലരുടെ മുഖം തന്നെ അവരുടെ പ്രസന്നവദനായിരിക്കും. ചിലർ ഗ്ലൂമിയാണ്, ചിലർ വളരെ ചിരിച്ചു നിൽക്കുന്ന പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ മറ്റു ചിലർ വളരെ ഗ്ലൂമി ബയോകെമിസ്ട്രിയാണ്. ദ ഫോർമർ ഗ്രൂപ്പ് ഈസ് ഹാപ്പി ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ബട്ട് ദർ ലാറ്റർ റിമെയിൻ ഡിപ്രസ്ഡ് ഓൾദോ ദേ ആർ ഇൻ വെരി കംഫർട്ടബിൾ സിറ്റുവേഷൻ. നമ്മൾ ഇത് ചിയർഫുൾ ബയോകെമിസ്ട്രി ഉള്ളവർ, അതായത് ഫോർമർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവർ ചിയർഫുൾ ആണ്, അവർ പ്ലസൻ്റ് ആയിരിക്കും. ഈവൻ ഡിഫിക്കൽട്ട് ടൈംസ് അവർ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അതേസമയം ഗ്ലൂമി ആയിട്ടുള്ള ബയോകെമിസ്ട്രി ഉള്ളവർ എന്ത് ചെയ്യും, അവരെപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടേ ഇരിക്കുള്ളൂ. ഈവൻ അവർ കംഫർട്ടബിൾ സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ മുഖം ഇങ്ങനെ എന്താ പറയുക, മ്ലാനവദനരായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രാക്ചർ അങ്ങനെയാണ്. People think that they will be happy forever if they achieve something which they are yearning for. The fact is that nothing can change people's biochemistry. They can change it for a moment, not more. നമുക്കറിയാം, ചില ആളുകൾ വിചാരിക്കുന്നത് ഇവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതാണ്, എപ്പോഴും അങ്ങനെ ഈ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ മനുഷ്യർക്കും അവരുടെ ബയോകെമിസ്ട്രി വ്യത്യസ്തമാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയണം. ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആരുടെയും ബയോകെമിസ്ട്രി അങ്ങ് മാറ്റാനും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്ലൂമി ആയ ഒരു ബയോകെമിസ്ട്രി പെട്ട ഒരാൾക്ക് ആ ഒരു ബയോകെമിസ്ട്രി ഉള്ള ആളുടെ ആ ഒരു രീതിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും, എപ്പോഴും അങ്ങനെ സാധിക്കില്ല എന്നാണ് ഹറാരി പറയുന്നത്. Some people believe that married people are happier than the unmarried and the divorced. അപ്പോൾ ചിലർ പറയുന്നു കല്യാണം കഴിക്കാത്തവരെക്കാളും അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയ ആളുകളെക്കാളും വളരെ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. ചിയർഫുൾ ആയിട്ടുള്ള ബയോകെമിസ്ട്രി ഉള്ള ആളുകൾ അത് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ അവർ ഹാപ്പി തന്നെയായിരിക്കും എന്ന് ഹരാരി പറയുന്നു. അതിനകത്ത് വിവാഹം കഴിക്കുക എന്നത് ഹാപ്പിനെസ്സിൻ്റെ ഒരു ഘടകമേ അല്ല എന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുകയാണ്. ഹി മേക്സ് ക്ലിയർ ദാറ്റ് മാരേജ് ഈസ് നോട്ട് the measuring rod to evaluate the happiness or the level of happiness. Even though the biologists maintain that happiness is determined by biochemistry, they also agree that psychological and sociological factors also have their place. Yet it is impossible to exceed the upper or lower limit. ബയോളജിസ്റ്റ് പറയുന്നു അവരെന്താണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി മൂലമാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ സൈക്കോളജിക്കലും സോഷ്യോളജിക്കലായ ഫാക്ടേഴ്സിനെയും എഴുതി തള്ളുന്നില്ല, അവരതിനെയും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് ഹയർ ഏതാണ് ലോവർ എന്നൊന്നും അവർക്കും ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ ടു സേ, അത് പറ്റുന്നില്ല. സം പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ എ ഹട്ട് in the medieval period and a modern banker living in a big house are same in terms of happiness level. Banker is not happier than the medieval man.
നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുവരുന്നൊരു എക്സാമ്പിൾ, ഒരു എന്താ പറയുക, ഒരു ഹട്ടിൽ, ഒരു ചെറിയ എന്താ പറയുക, ഒരു കുഞ്ഞു വീട്ടിൽ കഴിയുന്ന ഒരു എന്താ പറയുക പുരാതന മനുഷ്യനും, അതുപോലെ തന്നെ ഇപ്പോൾ ജീവിക്കുന്ന വലിയ ആധുനികതയിൽ ജീവിക്കുന്ന ഒരു മോഡേൺ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും സന്തോഷത്തിൻ്റെ ലെവലൊന്നും നമുക്കൊരിക്കലും സെയിം അല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അറിയാം. പക്ഷേ ഇപ്പം വലിയ വീട്ടിൽ താമസിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ബാങ്കറിൻ്റെ സന്തോഷം ആ പുരാതന മനുഷ്യനേക്കാളും കൂടുതലാണെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഹാപ്പിനെസ്സിൻ്റെ ലെവൽ വെൽത്ത് വെച്ച് ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും ഇദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നു. ഹാപ്പിനെസ്സിൻ്റെ ലെവൽ ഒരിക്കലും വെൽത്ത് ബേസ് ചെയ്തിട്ടല്ല എന്നും കൂടെ ഹരാരി വ്യക്തമാക്കുന്നു. Happiness level is true not only of private lives but also of great collective events. For example, people who fought during the French Revolution might have thought that they would be happier once their needs were met. But those who were gloomy before revolution were still gloomy. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ ലെവൽ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് അത് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു നിമിഷ നേരങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. അത് പിന്നീടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഉദാഹരണത്തിന് ഇദ്ദേഹം പറയുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ നേടിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് വിചാരിച്ച അവർ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷവും ഗ്ലൂമിയായ ആളുകൾ ഗ്ലൂമിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം തന്നെ അതൊരു വ്യക്തമാണ്, നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നിടം വരെ നമുക്കത് നേടിയെടുക്കാനുള്ള സന്തോഷം, നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് കാലം നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അതും മാഞ്ഞു പോകും. ഇപ്പോൾ ഹരാരി ഒരു ചോദ്യം റേസ് ചെയ്യാണ്, ദെൻ ഹൗ ടു ഇൻക്രീസ് ഹാപ്പിനെസ് ലെവൽ. Politics or social reforms cannot make people happy, but manipulating our biochemistry will. പൊളിറ്റിക്സും സോഷ്യൽ റിഫോംസും നമ്മൾ എന്ത് ചെയ്യാൻ കൊണ്ടുവരില്ല, നമുക്കൊരിക്കലും ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയില്ല. അത് നമ്മൾ ആക്ച്വലി മാനിപ്പുലേറ്റ് ആണ്, നമ്മുടെ മനസ്സിനെ തന്നെ മാനിപ്പുലേറ്റ് ആണ് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റിംഗ് ബില്യൺസ് ടു സ്റ്റഡി ദ ബ്രെയിൻ കെമിസ്ട്രി ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഓൺലി മേക്ക് പീപ്പിൾ ഹാപ്പിയർ. അപ്പം നമ്മൾ എന്താ പറയുക, അപ്രോപ്രിയേറ്റ് ഇത്തരത്തിലുള്ള എന്താ പറയുക ബില്യൺസ് ടു സ്റ്റഡി ബയോകെമിസ്ട്രി ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഓൺലി മേക്ക് പീപ്പിൾ ഹാപ്പിയർ. എന്താ പറയുക, ഹാപ്പിയർ ആക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ആക്ച്വലി. Prozac is an example of an antidepressant drug which can manipulate our biochemistry. It increases the serotonin level in the brain. അപ്പോൾ സെറോട്ടോണിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിനിൽ സെറോട്ടോണിൻ ലെവൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതൊരു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ആക്ച്വലി. ഇത് ആൻറ്റി ഡിപ്രസൻറ്റ്, അത് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗാണ്. അതൊക്കെ ആക്ച്വലി മാനിപ്പുലേറ്റ് ആണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പീപ്പിളിനെ ഒരു ഹാപ്പിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. In Aldous Huxley's novel Brave New World, people take a drug called Soma to remain happy. Huxley's world is based on the biological assumption that happiness equals pleasure. To be happy is experiencing pleasant bodily sensations. This view is also opposed by some scholars. അപ്പം നമ്മുടെ ഒരു ബോഡിലി സെൻസേഷൻ്റെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇതിനെ മാത്രം കാണുന്നതല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ ഹരാരി പറയുന്നു. അങ്ങനെ സ്കോളേഴ്സ്, പല പണ്ഡിതന്മാർ അതിനെ നിഷേധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഹക്സ്ലിയുടെ നോവൽ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന കഥയിൽ സോമ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് ഹാപ്പിനെസ് ലെവൽ കൊണ്ടുവരുന്നു. അത് ബോഡിലി ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ലെവൽ കൊണ്ടുവരാൻ ഈ പറഞ്ഞ് ഇതിന് കഴിയില്ലെന്ന് ചില സ്കോളേഴ്സ് പറയുന്നുവെന്ന് ഹരാരി വ്യക്തമാക്കുന്നു. ഇൻ എ സ്റ്റഡി ഡാനിയൽ Kahneman Nobel Prize winner in economics asked people to recount their happier moments in their day-to-day lives. Most of the women said that raising children gave them great happiness. It is a paradox because bringing up a child is a difficult job. ചിലരെല്ലാം പറഞ്ഞു, അതായത് ഡാനിയൽ കാനമാൻ എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് വിന്നർ, എക്കണോമിക്സിലെ നോബൽ പ്രൈസ് വിന്നർ, ഓരോ മനുഷ്യൻ്റെയും ഡേ ടു ഡേ ലൈഫിലെ സന്തോഷ നിമിഷം ഏതാണെന്ന് അവർ പറഞ്ഞപ്പോൾ മോസ്റ്റ് ഓഫ് ദ വിമൻ പറഞ്ഞത് റേസിങ് ചിൽഡ്രൻ ഗേവ് ദം ഗ്രേറ്റ് ഹാപ്പിനെസ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഐറണി അല്ലെങ്കിൽ പാരഡോക്സ് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള റേസിങ് അപ്പ് എ ചിൽഡ്രൻ അല്ലെങ്കിൽ റേസിങ് അപ്പ് എ ചൈൽഡ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് ജോബ്. ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു പണി തന്നെയാണ്, ഏറ്റവും വിഷമമേറിയും ബുദ്ധിമുട്ടുള്ള പണിയാണ് റേസിങ് ചിൽഡ്രൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവിടെ വീണ്ടും ഒരു ബിഗ് ക്വസ്റ്റ്യനാണ്. His finding shows that happiness is not getting a lot of pleasant moments. Instead, it is seeing one's life in a meaningful way.
അപ്പോൾ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓരോ കുറേ പ്ലസൻ്റ് ആയിട്ടുള്ള വളരെ സന്തോഷം വരുന്ന മൊമെൻറ്റുകൾ വരുന്നതല്ല. ആക്ച്വലി ഒരു ലൈഫ് എങ്ങനെ മീനിങ് ഫുൾ ആക്കുന്നു, എങ്ങനെ അത് മീനിങ് ഫുൾ ആക്കാൻ ശ്രമിക്കുന്നു, അതിനനുസരിച്ചാണ് സന്തോഷം എന്നത് നമുക്ക് പറയാൻ കഴിയുക. നീഷെ പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് നീഷെ സെഡ്, ഇഫ് യു ഹാവ് എ വൈ ടു ലിവ് യു ക്യാൻ ബെയർ എനി ഹാവ്. അപ്പോൾ നമുക്ക് എന്തിനു ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ജീവിച്ചു തീർക്കണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എ മീനിങ് ഫുൾ ലൈഫ് ക്യാൻ ബി വെരി സാറ്റിസ്ഫൈങ് ഈവൻ എമംഗ് ഹാർഡ്ഷിപ്സ്. അപ്പോൾ നമുക്ക് ലൈഫ് മീനിങ് ഫുള്ളായ ലൈഫാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നമുള്ള സാഹചര്യത്തിലും നമുക്കത് എന്ത് ചെയ്യാം, അതിനെ മുഴുവൻ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കും. ഹാപ്പിനെസ് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് ഹരാരി വ്യക്തമാക്കുന്നു. Medieval people were probably happier because they believed in God and life after death. It gave them some meaning. അപ്പോൾ നമ്മൾ എന്താ പറയുക, മിഡീവൽ പീപ്പിൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും എന്ത് സംഭവിച്ചു, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റി അവരുടെ ഒരു തോട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ മീനിങ് ഫുള്ളായി ലൈഫ് ലീഡ് ചെയ്തു. എന്നാൽ ഒരു സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കുമ്പോൾ ഹ്യൂമൻ ലൈഫ് ഹാസ് അബ്സല്യൂട്ട്ലി നോ മീനിങ്. അതായത് ലൈഫിൽ കാര്യങ്ങൾ അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ട് നന്നായി ജീവിച്ചു പോകുന്നു എന്നല്ലാതെ അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന തോട്ടില്ലാത്തതുകൊണ്ട് തന്നെയും ഈ ജീവിതം ഇവിടം കൊണ്ട് തന്നെ നശിച്ചു പോകുന്ന ഒരു ജീർണ വസ്തുവായിട്ട് മാത്രമാണ് ജീവിതത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു മീനിങ്ലെസ്നെസ് ലൈഫിൽ തോന്നാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഹറാറി പറയുന്നത്. ഫൈൻഡ്സ് മീനിങ് ഇൻ ഇൻക്രീസിങ് നോളജ്, സോൾജിയർ ഇൻ ഫൈറ്റിംഗ് ഫോർ ഹിസ് ഹോംലാൻഡ്, entrepreneur in building a new company. Happiness is synchronizing one's personal delusions with prevailing collective delusions. ഇവിടെ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിവ് കണ്ടെത്തുകയാണ് അവൻ്റെ സന്തോഷം. പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹോംലാൻഡ് കാത്തു സംരക്ഷിക്കുകയാണ് അവൻ്റെ സന്തോഷം. ഓൺട്രപ്രനറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കമ്പനിയെ ബിൽഡപ്പ് ചെയ്യുക, കരിയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക, ഇതാണ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷം. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടാണ് അവരുടെ സന്തോഷം ഇരിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ ഹാപ്പിനെസ് ലെവല് അവരായിരിക്കുന്ന ലൈഫിൻ്റെ അവസ്ഥകളനുസരിച്ചാണ് അതിൻ്റെ ലെവൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ദിസ് മേ ബി എ ഡിപ്രസിങ് കൺക്ലൂഷൻ. ദി ഓതർ കൺക്ലൂഡ്സ് ദി എസ്സേ ബൈ ലീവിങ് ദിസ് ക്വസ്റ്റ്യൻ ടു ദി റീഡേഴ്സ്. ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡെല്യൂഷൻ? ഇവിടെ ഓതർ ഡെല്യൂഷൻ എന്ന് പറഞ്ഞ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സന്തോഷം ഒരുവൻ്റെ പേഴ്സണലായിട്ടുള്ള അവൻ്റെ സാഹചര്യത്തെ അത് അങ്ങനെ ആക്കി ഏറ്റെടുത്തുകൊണ്ട്, അതായത് സ്വയം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, ഡെല്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വഞ്ചനയാണ്. അതായത് ഒരു മിഥ്യാധാരണയാണ് ആക്ച്വലി ഡെല്യൂഷൻ. അപ്പോൾ ഇവൻ്റെ ഒരു മിഥ്യാധാരണയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മൾ ആ ജീവിതത്തോട് എന്താ പറയുക, അങ്ങനെ ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ശൈലിയാണ്. നമ്മൾ അങ്ങനെ പോകുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നതെന്ന ഒരു ആശയത്തെ ഒരു ചോദ്യമാക്കി മാറ്റുകയാണ് ഓതർ ഇവിടെ. അങ്ങനെ ഈ എസ്സേ അവസാനിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡെല്യൂഷൻ? ഇത്തരത്തിലുള്ള മിഥ്യാധാരണയിലാണോ ഒരുവൻ്റെ ഹാപ്പിനെസ് നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തോടെയാണ് എസ്സേ അവസാനിക്കുന്നത്. Thus we come to the end of today's session. Thank you. Have a nice day.